നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കാണിക്കുന്ന റെഡിമെയ്ഡ് ബ്ലൗസാണ്. ഞാൻ കാണിച്ചിട്ടുള്ള ഒരു മോഡലുമായിട്ട് നല്ല സാമ്യതയുണ്ട്. കാണിച്ചിട്ടുള്ള മോഡലുണ്ട്. ഇതിനകത്ത് റെഡിമെയ്ഡ് ബ്ലൗസ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ദയവായി ഈ ആദ്യം പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. എന്നിട്ട് പിന്നെ ഇച്ചിരി പിന്നീട് ഇങ്ങനെ എന്നാ പറയുന്നത് അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിക്കരുത്. ഇത് കേൾക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഗീവ് അവേയുടെ കാര്യം മറന്നു പോകരുത്. ഗീവ് അവേ നടക്കുന്നുണ്ട്. ബെസ്റ്റ് വാലിഡ് കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ്, ബെസ്റ്റ് വാലിഡ് കമൻറ്റ് ഇടുക യൂട്യൂബിൽ. അപ്പോൾ അതിന് ഇതിന് ലോട്ടിട്ടെടുക്കുന്ന ഒരാൾക്ക് 1000 രൂപയുടെ ഒരു സാരി സമ്മാനം. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയക്കുക. അതിനും ഒരു സാരി സമ്മാനം ലോട്ടിട്ടെടുത്തിട്ടാണ്. ഇനി ബ്ലൗസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ബ്ലൗസ് ഇത് ആസ് യൂഷ്വൽ XXL സൈസ്. ഇത് XXL സൈസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സൈസാണ്. ആക്ച്വലി ഫ്രീ സൈസാണ്. നമ്മളിതിന് എത്ര മെഷർമെൻറ്റ് എത്ര വരെ വരും എന്നറിയാനാണ് XXL എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ കുർത്തി സൈസ്, ബ്രാ സൈസ് അല്ല. പിന്നെയും ഞാൻ പറയാം, ബ്രാ സൈസ് അല്ല, കുർത്തി സൈസ്. നിങ്ങളൊരു ടോപ്പ് എടുക്കുക, നിങ്ങളൊരു ചുരിദാർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന 44 സൈസ് വരെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. ഇത് സ്ട്രെച്ചബിളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ 32 സൈസുള്ള ഒരാൾ ചോദിക്കും, ഞാൻ എന്തിനാ 44 സൈസിൻ്റെ എടുക്കുന്നത്, എനിക്കത് വലുതായി പോകത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുമാതിരിപ്പെട്ടതെല്ലാം നമ്മുടെ സ്കിന്നിനനുസരിച്ച് ഫിറ്റാകും. സ്കിൻ ഫിറ്റാണ്. അതേസമയം നിങ്ങൾക്കൊരു ഇച്ചിരി ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ ഇവിടുന്ന് ഒരടിപ്പടിക്കുക. നിങ്ങളുടെ ഇത് വെച്ച് ഒത്തിരി കയറ്റി അടിക്കരുത്. നിങ്ങൾ അളവെടുത്ത് നിങ്ങളുടെ ഇത് വെച്ച് ഒന്ന് ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഇതിനോട് സാമ്യതയുള്ളത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതല്ല, ഇത് വ്യത്യാസമുണ്ട്. ഇത് മുഴുവൻ സിൽവർ ലൈനും വരുന്നത്. ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ. നല്ല അന്ന് കാണിച്ചതായിട്ട് നല്ല സാമ്യത. ഇതിനകത്ത് പോലെ ആൾക്കാർ ആവശ്യമാണ്. ഇത് ഞാൻ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം, റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല. ബ്ലൗസ് ഞാൻ തിരിച്ചെടുക്കത്തില്ല. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ 1000കണക്കിന് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് 100% ഷുവർട്ടി ഉണ്ടെങ്കിൽ എടുത്തേച്ചാൽ മതി. കാരണം ഇതൊന്നും എടുത്ത് ശീലിച്ചിട്ടില്ലാത്തവർക്ക് ഒരു സംശയം കാണും എങ്ങനെയാണെന്ന്. പക്ഷേ എല്ലാവർക്കും ഇത് കംഫർട്ടാണ്. നമ്മൾ തയ്ച്ചാൽ പോലും ഇത്ര നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടത്തില്ല, ഇത്രയും സ്കിൻ ഫിറ്റ് ആയിട്ട് കിട്ടത്തില്ല. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇട്ടവർ പറയുന്ന ബ്ലൗസ് ഇട്ടിട്ടുണ്ടെന്നുള്ള ഫീലേ തോന്നത്തില്ല. അത്ര നമ്മൾ അല്ലാത്ത ബ്ലൗസൊന്നും ഇവിടെ എല്ലാം ഈ വലിച്ചു കൂട്ടി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ സാരി ഉടുക്കലില്ല, അതുകൊണ്ടാണ് ഉപയോഗിച്ച് നോക്കാത്തത്. സാരി ഉടുക്കാറേ ഇല്ല. അപ്പം ഇതാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. 32, 34, 36, 38, 40, 42, 44 ഈ സൈസിലുള്ള കുർത്തി സൈസുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം. അതായത് സ്മോൾ ടു XXL വരെയുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം. പിന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഈ 44 സൈസാണെങ്കിലും കയ്യൊക്കെ ഒത്തിരി വണ്ണം കൂടുതലാണെങ്കിൽ ഒരുമാതിരിയല്ല ഇതായി വരും. ഇത്രയും സ്ട്രെച്ചബിളായി വരും. ഇത് നമുക്ക് ഒരിക്കലും ഈ ഒരു ബനിയൻ മെറ്റീരിയൽ അന്ന് ഫീലേ ഉണ്ടാക്കത്തില്ല. ഇതിൻ്റെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇതിൻ്റെ വേറൊരു സാധനം മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അതായത് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കഴിയുമ്പോൾ അവിടെ തൂങ്ങി നിൽക്കും. മനസ്സിലായി? ഒരു കനം കുറഞ്ഞ ഒരു സൈസ് സ്റ്റഫുള്ള അതിന് 200 രൂപ 220 രൂപയേ ആകത്തുള്ളൂ റീറ്റെയിൽ പ്രൈസ്. അതല്ല ഇത്. അത് കണ്ടേച്ച് ഇതാന്ന് പറയരുത്. അതിങ്ങനെ നിങ്ങൾ 2 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ തൂങ്ങി കിടക്കും. നമ്മൾ കണ്ടിട്ടില്ലേ ബനിയനൊക്കെ പിള്ളേരുടെ ചിലത് അവിടെ എല്ലാം വലിഞ്ഞ് തൂങ്ങി കിടക്കുന്നത്, അങ്ങനെ കിടക്കും. ഇത് ശരിക്കും നമ്മൾ കോട്ടൺ ബ്ലൗസ് ഇട്ട പോലെ തന്നെ ഇരിക്കും. ഇതാണ് ആദ്യത്തെ കളറ്. ഉണ്ടോ? നല്ല കളറാണ്, ആർക്കും ഇഷ്ടപ്പെടും. നല്ല ഫങ്ഷൻ വെയർ ബ്ലൗസായിട്ടോ ഡെയിലി വെയർ ബ്ലൗസായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇതിപ്പോൾ എനിക്കിപ്പം എൻ്റെ ശരിക്കും കുർത്തിയുടെ സൈസ്, ഞാൻ ഈ കഥയെല്ലാം എപ്പോഴും ഇവിടെ പറയുന്ന കേട്ടോ. എന്നാലും കേട്ട് മടുക്കുമായിരിക്കും എപ്പോഴും കാണുന്നവർ. ഇത് പിന്നെ പ്രിൻസസ് കട്ടാണേ. ഫ്രണ്ടിൽ ഇതുണ്ട്, ഇങ്ങനെ കട്ട് വരും. ഇതിന് ഓപ്പണിംഗ് ഒന്നുമില്ല. അതായത് ആദ്യമായിട്ട് കാണുന്നവരുടെ അറിവിലേക്ക് ഞാൻ പറയുന്ന കേട്ടോ, ആദ്യമായിട്ട് എടുക്കുന്നവരുടെ. എനിക്കില്ലേ ലാർജ് സൈസ് അല്ല. എനിക്ക് കുർത്തിയാണെങ്കിൽ എനിക്ക് XL വേണ്ടാതാനും ലാർജ് ഇപ്പം പറ്റും കേട്ടോ. ഈയിടെ പിന്നെയും മേലെങ്കിൽ ഇപ്പം എനിക്ക് ലാർജ് മതി കുർത്തി. പക്ഷെ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന XXL. ഇവിടെ ഇത് കണ്ടോ, എനിക്ക് കറക്റ്റ് ഫിറ്റായിട്ടിരിക്കുന്നത് കണ്ടോ. ലാർജ് സൈസ് മതിയാകുന്ന ഞാൻ ഇട്ടിട്ട് ഇത് എൻ്റെ കൈക്ക് ഓവറായിട്ട് വണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കറക്റ്റ് സൈസിലിരിക്കുന്നുണ്ടോ. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്കിന്നിനനുസരിച്ച് ഇത് ഫിറ്റായി വരും. നിങ്ങൾ ദയവായി ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സ്കിപ്പ് ചെയ്ത് അവിടെ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കരുത്. കാരണം ഇതിന് റിട്ടേണും എക്സ്ചേഞ്ചും ഇല്ല. ഇത് പർപ്പിളെ കൂടെ ആ സിൽവർ പോകുന്ന എന്നാ രസമാണെന്നറിയത്. ഡയറക്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര രസം. എനിക്കിഷ്ടം പോലെ ഫീഡ്ബാക്ക് കിട്ടി ബ്ലൗസിന്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഫീഡ്ബാക്ക്.
ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. വൈറ്റ്, ഓഫ് വൈറ്റ് നല്ലതാണ്. ഇപ്പം എല്ലാ സാരികൾക്കും വൈറ്റ് ഇടുന്നത് ഭയങ്കര ഒരു ലുക്കായിട്ട് മാറുവാണല്ലോ. അപ്പം അത് ഭയങ്കര രസമാണ്. വൈറ്റ്, ഓഫ് വൈറ്റാ, പ്യുവർ വൈറ്റ് അല്ല അല്ലേ, ഓഫ് വൈറ്റ് അല്ലേ, നേവി ബ്ലൂ. ഒരു 3 ബ്ലൗസ് വരെ ഒരു ഷിപ്പിംഗ് ചാർജാണ്. അതായത് വെയിറ്റ് പണ്ടാരണ്ട് പറഞ്ഞ പോലെ എൻ്റെ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഞങ്ങൾ വാങ്ങിക്കുന്നതല്ല. ഏതോ ഞാനത് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഞാൻ പറയാം അവിടെ ക്ലോസ് ചെയ്തേരെ, ആ സെയിലിന് നമ്മൾ പോകണ്ട. ഞാൻ പറഞ്ഞിട്ടാ ഇതൊക്കെ കേട്ടോ. നിങ്ങൾ സെയിലിന് പോകണ്ട, 10 രൂപയ്ക്ക് 20 രൂപയ്ക്കും വേണ്ടി ഇവിടെ കാറിക്കൊണ്ടിരിക്കാൻ നമുക്ക് നേരമില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ വാങ്ങിക്കുന്നതല്ല, നമുക്ക് നല്ല ഉറപ്പുണ്ട്. അവർക്ക് അങ്ങനെയാണല്ലോ, അവർക്ക് ഇങ്ങനെയാണല്ലോ, നിങ്ങൾക്കാണ് അവിടെ നിന്ന് വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല. നമുക്കിതിന് നേരമില്ലപ്പ, വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ വയ്യ. അതെ, ചുമപ്പും നല്ല ഗോൾഡനും നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ടല്ലേ. ഞാനാണെങ്കിലുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ബ്ലൗസ് വന്നതിനകത്ത് എന്തിനാന്ന് എനിക്കറിയത്തില്ല, ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ചുമ്മാ എടുത്തു വെച്ചേക്കാണേ. ഓരോ കളറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് എടുത്തു വെച്ചിട്ട് ഇത് കണ്ടപ്പോൾ തോന്നി ഇത് എനിക്ക് വെട്ടാണോ ഞാൻ തന്നെ. എന്നിട്ടോ ഇത് ഫ്രീ സൈസാട്ടോ. ഇതെല്ലാം ഞാനൊരു 100 ആവർത്തി പറഞ്ഞാലും ഇതിൻ്റെ കഥകൾ ചോദിക്കുന്ന ഒത്തിരി പേര് ചുമ്മാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നറിയാം, അത് വേറെ ഒന്നുമല്ല, വീഡിയോ സ്കിപ്പായിട്ട് കാണുന്നത്. അതൊരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കും, പ്രത്യേകിച്ചും എക്സ്ചേഞ്ച് ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്നറിയാമോ. അപ്പോൾ കൃത്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ ഓർഡർ എടുക്കുന്നവർക്ക് നല്ല തിരക്കാണ്, അവർ കൃത്യമായിട്ട് മറുപടി ഒന്നും തന്നില്ല എങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകരുത് നാളെ. നിങ്ങൾ എക്സൽ സൈസ് വരെയുള്ളവർ, XXL സൈസ് എന്ന് പറഞ്ഞാൽ ഓവർ 1 XXL സൈസ് ഇത് ശരിക്കും XXL സൈസ് വരെയുള്ളവർക്കാണ്. പക്ഷേ XXL സൈസിനകത്ത് ഇച്ചിരി ഓവർ 1 ഫ്ലാറ്റായിട്ട് കൂടുതലുള്ളവരൊന്നും വാങ്ങിക്കണ്ട. എൻ്റെ വണ്ണം പറഞ്ഞിട്ട് കാര്യം, എൻ്റെ ലാർജ് സൈസാണ്. ഭയങ്കര കൈക്ക് വണ്ണമൊക്കെ കൂടുതലുള്ളവർ വാങ്ങിക്കരുത് കേട്ടോ. ഈ ഒരു ഡിസൈനിലുള്ള ബ്ലൗസ് ഡയറി നമ്മൾ ഒരുമാതിരിപ്പെട്ട വണ്ണമുള്ളവർക്കൊക്കെ എടുക്കാം. ഒരു 42 കുർത്തി സൈസ്, 44 കുർത്തി സൈസ് വരെയുള്ളവർക്കൊക്കെ എടുക്കാം. അയ്യോ, ഇത് കൂട്ട് വേറെ കുറച്ചൊന്നും ഇരിപ്പുണ്ടായിരുന്നു, കളറ് മറ്റേ ഡിസൈൻ ഉള്ളത്. ഇത് കുറേ ബ്ലൗസുകൾ ഇരിപ്പുണ്ടെന്നേ കാണിക്കാത്തത്. കാണിക്കുന്നുമില്ല, ഷോപ്പിലും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, ഒരിടത്തും ചെയ്തിട്ടില്ല. ഇങ്ങനെ വന്നോ കെട്ട് കണക്കിന് ഇരിക്കും ഈ ബ്ലൗസ് ഇങ്ങനെ ആൾക്ക്. ഇത് എൻ്റെ കൈയുടെ മസിലൊന്നും അല്ല കേട്ടോ, എനിക്ക് മസിലൊന്നും ഇല്ല കേട്ടോ. ഇത് ചുരിദാർ കയറിയിരിക്കുന്നതാണേ, വൃത്തിയായിട്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടിട്ട് കോഫി കളർ. ഇങ്ങനെ ഒരു ഗ്ലിറ്റർ, അത് കാണാമോ ശരിക്കും? ഇതിപ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ പ്ലെയിൻ ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷേ ഇത് പ്ലെയിൻ അല്ല, ഒരു ചെറിയൊരു കയ്യിലൊന്നും പിടിക്കുന്നതല്ല കേട്ടോ. ഇതിങ്ങനെ ഒരു ഗ്ലിറ്റർ പോലെ തോന്നും. അത് ഒരിക്കലും കയ്യെ പിടിക്കുമോ പോരുമൊന്നുമില്ല. ഇത്ത പിടിപ്പിച്ചേക്കുന്നതല്ല, അത് ഇത്ത തന്നെ ഉള്ളതാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ തുണിയിലുള്ളതാണ്. അത് പ്രത്യേകിച്ച് വീണ്ടും ആഡ് ചെയ്ത് കൈയൊക്കെ തത്ത് കയറ്റി നിൽക്കുക. ബോട്ടിൽ ഗ്രീൻ നല്ല ലുക്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഓരോ പ്രാവശ്യം കൈ അടിക്കണമെന്ന് തോന്നും. ഇതൊക്കെ നല്ല ഇതുണ്ട്, നല്ല സ്ട്രെച്ച് ആകുന്നുണ്ട്. ഇതൊക്കെ നല്ല സ്ട്രെച്ച് ആകുന്നുണ്ട്. ഇത് XXL വണ്ണമുള്ളവർക്കും ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ ഭയങ്കര ഏതാണെന്ന് ചിലർക്ക് ഞാൻ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഞാൻ ഷോപ്പിലൊക്കെ വരുമ്പോഴും ഓരോരുത്തരും ഇങ്ങനെ ശ്രദ്ധിക്കുവേ, ചിലർക്ക് കൈക്കൊക്കെ നല്ല വണ്ണം കൂടുതലാണ്. അപ്പോൾ ചുരിദാറിൻ്റെ കുർത്തിയൊക്കെ ഇടുമ്പോഴും അവരുടെ കൈയുടെ അവിടെ ഇപ്പിടിയോട്ട് വരുമ്പോഴത്തേനും ഒരു പിടുത്തം ഇങ്ങനെ, അത് ശരീര ഷേപ്പിൻ്റെയാണ്. പക്ഷെ അവർക്ക് സൈസ് 44 മതി താനും. കൈക്കാണ് വണ്ണം. കൈയുടെ എക്സർസൈസ് ചെയ്താൽ മതി കൈയുടെ വണ്ണം കുറയ്ക്കാനായിട്ട്. അതിനെന്തറിയാം, ഫാറ്റ് ഒക്കെ പെട്ടെന്ന് ആദ്യം വരുന്ന കയ്യിൽ ഇവിടെ എനിക്കും ഉണ്ട് ഡബിൾ ചിഹ്നം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്താ ബ്ലാക്ക്. പിന്നെ ചിലർക്ക് പാരമ്പര്യമായിട്ട് വരും. എനിക്ക് പാരമ്പര്യമായിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇങ്ങനെ ഡബിൾ ചിഹ്നം ഉള്ളവരാണ്. വൈറ്റ് ഇതിൽ ആ ഒരു ഗ്ലോ അറിയത്തില്ല. നേരെ കാണുമ്പോൾ അറിയാം, വീഡിയോയ്ക്കകത്ത് അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഒറ്റ കളറായിട്ട് ഇടാൻ കേട്ടോ, നല്ല സുഖമായിട്ട് ഇൻഡിഗോയുടെ ഒക്കെ കൂടെ ഇടാൻ നല്ലതാണ്. ചില കളറിൽ അത് എടുത്തറിയാം, ചില കളറിൽ എടുത്തറിയത്തില്ല. കണ്ടോ, ഇതൊരു ഡിസൈനും കൂടി ഉണ്ട്. ആ ഡിസൈനെ കൂടിയാണ് ഇത് പോയിരിക്കുന്നത് അല്ലേ. അടുത്തു വയ്യാതിട്ട് ഇന്ന് പോകുന്ന ഷോപ്പിലും വരുന്നില്ല, റെസ്റ്റ് എന്നും പറഞ്ഞിരുന്ന ഞാനാ. നല്ലൊരു കളർ, പീച്ചിൻ്റെ ഒരു നല്ല ഷെയ്ഡ് കേട്ടോ, ഒരു പേസ്റ്റൽ ഷെയ്ഡ്.
കണ്ടോ, മെറൂൺ, ഡാർക്ക് മെറൂൺ. ഇത് കാണുന്നില്ലായിരുന്നു, എന്നെ ഭംഗിയായിരുന്നു. നല്ല ബ്ലൗസ്. ഇത് കൂട്ടം എനിക്ക് എപ്പോഴെങ്കിലും സാരി കൊടുക്കണമെന്ന് തോന്നിയാൽ എന്നെ എടുക്കും അല്ലേ. നേരെ പുതിയ ബ്ലൗസുകൾ വരുമായിരിക്കും, പുതിയ ഡിസൈൻസ്. ഈ സ്ട്രെച്ചബിൾ ബ്ലൗസ് പല റേറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഹായ് പർപ്പിൾ. ഇത് കൈയുടെ ഫിറ്റ്നസ് നിങ്ങൾ നോക്ക്. നിങ്ങൾ എന്തോരം നമ്മൾ തയ്ച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഇതുപോലെ പെർഫെക്ഷനോടെ കിട്ടുമോ? ഇത്രയും ഇതുപോലെ പെർഫെക്ഷൻ ഇരിക്കണം ശരിക്കും സാരി ഉടുത്താൽ ഭംഗി പറഞ്ഞാൽ. അല്ലാതെ ഈ ചുളിങ്ങ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെയൊക്കെ പൊങ്ങി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സാരി ഉടുത്തവനും കാണിച്ചാണോ താഴെ കിടക്കുന്നത് ആയിരിക്കും അല്ലേ. ഇത് വേറൊരു ഡിസൈനാണേ. ഇതാണ് നേരത്തെ വന്നല്ല, ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാ. നേരത്തെ വന്ന ഡിസൈൻ്റെ ഒരു വിട്ടൊക്കെ ഇത്രയാണ്. അത് കിട്ടാത്തവർ വേണമെങ്കിൽ ഇതെടുത്തു. ഒത്തിരി ഉണ്ടോ, ഇച്ചിരി കൂടെ അടുത്താണ് മറ്റേതിനെ കഴിഞ്ഞും. കോഫി ബ്രൗൺ കളർ ബ്ലൗസിൻ്റെ വീഡിയോ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സംഭവമാണ്. ഭയങ്കര പാടാണ് ഇതെടുക്കാൻ, ഓർഡർ എടുക്കാൻ. എന്നല്ലേ മുമ്പേ കാണിച്ചത്? ഇതിന് 2 പ്രാവശ്യം എടുത്ത് വെച്ചിട്ടുണ്ടോ? 5 തെറ്റിച്ചെടുത്ത് വെച്ചാൽ തോന്നും. വേറെയാണോ? ജസ്റ്റ് മാറിപ്പോയോ? ബ്ലൗസിൻ്റെ വീഡിയോ കഴിഞ്ഞു. ഞാൻ വീണ്ടും പറയാം, ഇതിൻ്റെ റിട്ടേണോ നിങ്ങൾ അതിനകത്ത് പലരും പല ഇത് പറയും. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെടുത്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അതാണ് എൻ്റെ കോൺഫിഡൻസും ഞാനിങ്ങനെ തീർച്ചപ്പെടുത്തി പറയാനും കാര്യം. ഞാൻ ഇത് റിട്ടേണോ റീഫണ്ടോ എക്സ്ചേഞ്ചോ എടുക്കില്ല. നിങ്ങൾക്ക് ഇനി ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷണാർത്ഥം നിങ്ങളെടുത്തോ, അത് നമ്മൾക്ക് ഉത്തരവാദിത്തമില്ല. ഇത് 99% ആൾക്കാർക്കും ഓക്കെയാണ്. 99% ആൾക്കാർക്കും താല്പര്യമാണ്, ഓക്കെയാണ്. ബ്ലൗസ് ഇനിയും ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ബ്ലൗസ് കാണിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 320 രൂപയുടെ ഒരു ബ്ലൗസ് വിറ്റാൽ എത്ര രൂപ നമുക്ക് ലാഭം കിട്ടുമായിരിക്കും? 320 രൂപ ലാഭമൊന്നും കിട്ടത്തില്ലോ. വളരെ തുച്ഛമായിട്ടുള്ള തുകയെ കിട്ടുള്ളൂ. എന്നിട്ടും കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് നമ്മൾ ഇടയ്ക്കെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങളിൽ ഒന്നാണ് ബ്ലൗസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന സാധനങ്ങളിൽ ഒന്നാണ് ബ്ലൗസ്. അതുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളോട് പരിഭവിക്കുകയോ ഒന്നും ചെയ്യരുത്. പിന്നെ ഗീവവേയുടെ കാര്യം മറക്കണ്ട. ബെസ്റ്റ് വാല്യൂ കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.